ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻവെസ്റ്റിംഗ് റൈറ്റ്. ഐ എം ടെനി. ഈ സെക്ഷൻ ഒരു സ്റ്റോക്കിനെയോ സെക്ടറിനെയോ പറ്റി ഞാൻ സംസാരിക്കുകയാണ്. ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക, ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറിനോട് സംസാരിക്കുകയും അദ്ദേഹത്തിന്റെ അഡ്വൈസ് അനുസരിച്ച് മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഇത് എൻ്റെ ഒരു വ്യൂ മാത്രമാണ്. വാച്ച് ദ വീഡിയോ ടിൽ ദ എൻഡ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെയുള്ള കമന്റ് സെക്ഷനിൽ ലീവ് എ കമന്റ്. I'll be looking into that. Thank you for watching. ഇപ്പോൾ IDFC ലിമിറ്റഡ്, ഇത് IDFC ഫസ്റ്റ് ബാങ്ക് അല്ല, IDFC ലിമിറ്റഡ്, അതായത് IDFC ഫസ്റ്റ് ബാങ്കിന്റെ പ്രൊമോട്ടറായ IDFC ലിമിറ്റഡ്, അതിന്റെ ഇപ്പോഴത്തെ പ്രൈസ് 20 രൂപയാണ്. ആദ്യം നമ്മൾ നോക്കേണ്ടത് ഒരു കമ്പനി, ഇതിന്റെ താഴെയുള്ള ഒരു സബ്സിഡറിയാണ് IDFC AMC. AMC എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി മ്യൂച്വൽ ഫണ്ട് സെക്ഷനിൽ പഠിച്ചു. ഇത് അസറ്റ് മാനേജ്മെന്റ് കമ്പനി, അതായത് IDFCക്ക് ഒരു മ്യൂച്വൽ ഫണ്ട് ഡിവിഷൻ ഉണ്ട്. ആ മ്യൂച്വൽ ഫണ്ട് ഡിവിഷൻ വളരെ നന്നായി പോകുന്നു. ഏകദേശം 1 ലക്ഷം കോടിയിലും അധികം അതിനുള്ള അസറ്റ്സ് അവർ മാനേജ് ചെയ്യുന്നുണ്ട്. 1 ലക്ഷം കോടി. അപ്പോൾ ഈ ഒരു കമ്പനി, ഈ ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ 100% കൈവശം വെച്ചിരിക്കുന്നത് IDFC ലിമിറ്റഡ് ആണ്. IDFC ലിമിറ്റഡിന്റെ മാർക്കറ്റ് ക്യാപ്പ്, അതായത് മൊത്തം വിപണി മൂല്യം 3000 crores അടുത്താണ്. 3000 കോടി കൊടുത്തു കഴിഞ്ഞാൽ ഈ മൊത്തം IDFC ലിമിറ്റഡ് ഒരാൾക്ക് വാങ്ങാൻ സാധിക്കും. ഇനി ഈ IDFCയുടെ ഈ മറ്റ് AMCകളുമായിട്ട് നമ്മൾ ഒരു താരതമ്യം ചെയ്യണം എങ്ങനെയാന്നുള്ളത്. അതായത് AUM ടു മാർക്കറ്റ് ക്യാപ്പ്, അതായത് 1 ലക്ഷം കോടി രൂപയുള്ള IDFCക്ക് 1 ലക്ഷം കോടി, അതിലും കൂടുതലാണ് അവരുടെ AUM, അസറ്റ്സ് അണ്ടർ മാനേജ്മെന്റ്. മ്യൂച്വൽ ഫണ്ട്സ് അത്ര അധികം എമൗണ്ട് അവർ കൈകാര്യം ചെയ്യുന്നു. ആ ഒരു കമ്പനിക്ക് വെറും 3%, 3000 കോടി മാത്രമാണ് അവരുടെ മാർക്കറ്റ് ക്യാപ്പ്. എന്നാൽ ഇത് നിപ്പോൺ ലൈഫിന് 4%, HDFC AMCക്ക് 17%. അതായത് 1 ലക്ഷം കോടി രൂപയ്ക്കുള്ള അവരുടെ അസറ്റിന് HDFC AMCയുടെ 1 ലക്ഷം കോടി ആണെങ്കിൽ ഇവർക്ക് 17,000 കോടിയാണ് ഇവരുടെ മാർക്കറ്റ് ക്യാപ്പ്. അവർക്ക് 1 ലക്ഷം കോടിയല്ല, 3 ലക്ഷം കോടിയുടെ അടുത്തുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, വലിയ ഒരു വാല്യുവേഷനാണ് HDFC AMCക്ക് കൊടുത്തിരിക്കുന്നത്. HDFC AMCയുടെ വാല്യുവേഷൻ വളരെ കുറവായിട്ട് കാണാം. 3 കൊടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 5 അതിന് ഏകദേശം ആപ്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ 5 എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ ഏകദേശം ഒരു 5000 കോടി എന്ന് പറയണം. എന്ന് പറഞ്ഞാൽ ഒരു 50% കൂടിയാൽ മാത്രമേ ഇത് ഏകദേശം ഒരു കറക്റ്റ് വാല്യുവേഷൻ ഫോർ ദ IDFC AMC കിട്ടുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, IDFC AMCയെ കംപ്ലീറ്റ് കൈവശം വെച്ചിരിക്കുന്നത് ഈ കമ്പനിയാണ്. ഈ കമ്പനിയുടെ വാല്യുവേഷൻ ഇപ്പോൾ തന്നെ ഈ ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ കാര്യം വെച്ച് തന്നെ ഏകദേശം വളരെ ചെറിയ വാല്യുവേഷനാണ്. ഇതിലും കൂടുതലാണ് വേണ്ടത്, അല്ലെ? അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഞാൻ പറയാം. ഈ IDFC ലിമിറ്റഡിന് ഈ IDFC AMC മാത്രമല്ല, അത് കൂടാതെ തന്നെ അവർക്ക് IDFC ഫസ്റ്റ് ബാങ്കിൽ 40% അവർക്ക് സ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ കൂട്ടിയിട്ടേ ഇല്ല. ഇതിനെ കൂട്ടാതെ തന്നെയാണ് ഇതിന്റെ പ്രൈസ് കുറവാണ് എന്ന് ഞാൻ പറഞ്ഞത്. അതായത് 20 രൂപ എന്ന് പറയുന്ന പ്രൈസ് ഇതൊന്നും കൂട്ടാതെ തന്നെ കുറവാണെന്നാണ് പറഞ്ഞത്. ഇനി ഇതിന്റെ മാർക്കറ്റ് ക്യാപ് സെക്ഷൻ നോക്കൂ. IDFC ലിമിറ്റഡിന്റെ ഏകദേശം 3000 കോടിയാണ്. IDFC ബാങ്കിന്റെ മാർക്കറ്റ് ക്യാപ്പ് 16,000 കോടിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായോ? ഒന്ന് നോക്കൂ. ഇത് വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അനോമലി ഇവിടെ തോന്നുന്നുണ്ടോ? അതായത് IDFC ബാങ്കിന്റെ 40% ഇവരുടെ കയ്യിലാണെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 7,500 കോടി രൂപ വർത്താണ് ആ ഒരു 40% സ്റ്റേക്കിന്. പക്ഷെ IDFC ബാങ്ക് ആകെ 3000 കോടി രൂപയെ അതിന് വാല്യൂ ഉള്ളൂ. 3000 കോടിയുള്ള IDFC ലിമിറ്റഡിൽ 7,500 കോടി രൂപയുടെ IDFC ബാങ്കിന്റെ ഷെയറും ഉണ്ട്. അപ്പൊ IDFC ഫസ്റ്റ് ബാങ്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു NPA കാലഘട്ടമാണ്. അതായത് വളരെയധികം ഈ കോവിഡ് റിലേറ്റഡ് സിറ്റുവേഷൻസ് എല്ലാം വളരെ അഗ്രീവ്ഡ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട്, അതായത് ഏറ്റവും നല്ല ബാങ്കുകൾ മുതൽ ചെറിയ ബാങ്കുകൾ വരെയൊക്കെ ഉള്ളവർക്കെല്ലാം ഒരു പ്രശ്നമായിട്ടുള്ള കാലഘട്ടമാണ്. കാരണം ആളുകളുടെ ജോലി പോകുന്നു, പല ബിസിനസ്സുകളും നടത്താൻ സാധിക്കുന്നില്ല, കുറെ നാളത്തേക്കുള്ള അടച്ചിടൽ, ലോക്ക്ഡൌൺ, ഇതെല്ലാം വരുന്നത് കൊണ്ട് ബിസിനസ് ലോൺസ് ആയാലും ഇൻഡിവിജ്വൽ റീറ്റെയിൽ ലോൺസ് ആയാലും പലരും ജോലിയിൽ നിന്നും പിരിച്ചുവിടപ്പെടുന്നു. ഇതെല്ലാം കാരണം കൊണ്ട് അവർക്ക് ഈ ലോണും EMI-യും തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല. അത് കാരണം കൊണ്ട് പല ബാങ്കുകളും പല പ്രശ്നത്തിലേക്ക് പോവുകയാണ്. അപ്പൊ ഇത് IDFC ഫസ്റ്റ് ബാങ്ക് മാത്രമല്ല, പല ബാങ്കുകളും ഇൻക്ലൂഡിങ് വലിയ ബാങ്കുകളായാലും ശരി, ചെറിയ ബാങ്കുകളായാലും ശരി, PSU ബാങ്കുകളായാലും ശരി, ഇവർക്കെല്ലാം ഒരു NPA പ്രോബ്ലം വളരെ വന്നു കൂടുന്നു. ഈ NPA പ്രോബ്ലം വളരെ കുറച്ചുകൂടി കൂടാനായിരുന്നു സാധ്യത. പക്ഷെ ഗവൺമെന്റ് എന്ത് ചെയ്തു? അതിന് ഒരു മൊറട്ടോറിയം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ EMI അടയ്ക്കുന്നതിന്. അത് കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ തിരിച്ചടയ്ക്കാത്തവരുടേതെല്ലാം NPA ആയിട്ട് ക്ലാസിഫൈ ചെയ്യേണ്ട എന്ന ഒരു റൂളിംഗും കൊടുത്തിട്ടുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ തിരിച്ചടയ്ക്കാത്തത് ആളുകളുടെ കയ്യിൽ ജെനുവിനായി കാശില്ലാത്തത് കൊണ്ടാണോ അതോ ഗവൺമെന്റിന്റെ റൂൾ വന്നതുകൊണ്ടാണോ എന്ന് ക്ലിയർ അല്ല. ഇത് ഈ മൊറട്ടോറിയം എൻഡ് ചെയ്തതിനു ശേഷം മാത്രം ആളുകളുടെ തിരിച്ചടവ് നോക്കി മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ.
ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ബാങ്കുകൾക്ക് ഒരു നല്ല കാലമല്ല ഇത്. വളരെയധികം NPA കൂടുന്നു. കാരണം ഒരു സാലറി പേഴ്സൺ ഒഴിച്ച് ബാക്കി എല്ലാവരും, അതൊരു കൂലി വേലക്കാരനായാലും ഓട്ടോ ഡ്രൈവർ ആയാലും ഒരു ലോറി ഉള്ള ആളായാലും ഒരു എന്താ പറയുക ചെറുകിട ബിസിനസ് നടത്തുന്ന ആളായാലും എല്ലാവരെയും ഇത് വളരെ അഫക്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ബാങ്ക് ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ ഡേഞ്ചറസ് ആണ്, വളരെ റിസ്കിയാണ്. വളരെയധികം കുറഞ്ഞിരിക്കുന്നു, അത് തന്നെ കുറച്ച് കൂടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും നമുക്കിതിന്റെ വ്യാപ്തി നമുക്കറിയില്ല, എത്ര അധികമാണ് ഇത് അഫക്ട് ചെയ്തിരിക്കുന്നത്. എന്നിരിക്കുന്ന ഒരു സമയത്ത് നമുക്കൊരു ബാങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു കിട്ടാക്കടം എല്ലാം കൂടിക്കഴിഞ്ഞാൽ അതിന്റെ ഷെയർ പ്രൈസ് വളരെ കുറയാൻ സാധ്യതയുണ്ട്. ഈ സമയത്താണ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ IDFC ലിമിറ്റഡ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഇതൊരു ഇൻഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മൾ IDFC ലിമിറ്റഡിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ കണ്ടു 20 രൂപ എന്ന് പറയുന്നതിൽ നമ്മൾ ഈ IDFC ഫസ്റ്റ് ബാങ്കിന് 0 എന്നുള്ള വാല്യൂ കൊടുത്തിരിക്കുന്നത്. ഒരു വാല്യൂ അതിൽ കൊടുത്തിട്ടേ ഇല്ല. അപ്പോൾ ഇതിന് 0 വാല്യൂ ആണെങ്കിൽ പോലും അത് നല്ലോണം ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി കിട്ടാക്കടം റിലേറ്റഡ് പ്രോബ്ലംസ് എല്ലാം അത് പെട്ടെന്ന് കെട്ടടങ്ങി അത് വളരെ നല്ല രീതിയിൽ IDFC ഫസ്റ്റ് ബാങ്ക് പ്രവർത്തിക്കുകയാണെങ്കിൽ എന്നാൽ നമുക്ക് അതിന് ആ IDFC ലിമിറ്റഡുമേ നമുക്ക് അതിന്റെ ഒരു റിഫ്ലക്ഷൻ കാണാൻ സാധിക്കും. ഇനി IDFC ഫസ്റ്റ് ബാങ്കിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ. അവർ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണ്. അതിന്റെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം എല്ലാം ഓരോ ക്വാർട്ടറിലും കൂടിക്കൊണ്ടിരിക്കുന്നു. അതായത് ഇപ്പൊ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10% കടം വാങ്ങുന്നു, ഒരു 15% ലോൺ കൊടുക്കുന്നു. അപ്പോൾ ഒരു 5% അവരുടെ നെറ്റ് മാർജിൻ. ഇത് തന്നെ അവർക്കൊരു 3% ഇത് കൊടുക്കുന്നത് കുറയ്ക്കാൻ സാധിക്കുകയാണെങ്കിൽ, കാരണം IDFC ഫസ്റ്റ് ബാങ്കിന് നമുക്കറിയാം അവരുടെ സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് 7%. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ വളരെയധികം നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം അവർ കൂടിയിരുന്നു. കുറെ ആളുകൾ അതിൽ സേവിങ്സ് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. അത് കാരണം 7% അവർക്ക് ഏകദേശം ഫുൾ എമൗണ്ട് അല്ല, ഒരു മെയിൻ എമൗണ്ട് എല്ലാം 7% തന്നെ കിട്ടുന്നു. അത് തന്നെ 15% കൊടുക്കുകയാണെങ്കിൽ അവരുടെ ലാഭം നോക്കൂ, 7 അപ്പൊ ഏകദേശം ഒരു 8% അതിന്റെ ഇൻട്രസ്റ്റ് മാർജിൻ കിട്ടുന്നത്. അങ്ങനെ അവരൊരു ഹോൾസെയിൽ ബാങ്ക് ആയിരുന്ന IDFC ഫസ്റ്റ് ബാങ്ക് ഇപ്പോൾ വളരെയധികം ശ്രമിച്ച് അതൊരു റീറ്റെയിൽ ഫോക്കസിങ് ബാങ്ക് ആയിട്ട് വരാനായിട്ട് നോക്കിയാണ്. റീറ്റെയിലിന് മാത്രം ലോൺ കൊടുക്കുക, റീറ്റെയിലിന് മാത്രം അവർക്കുള്ള സർവീസസ് കൊടുക്കുക എന്ന് പറയുമ്പോൾ 2 ഗുണങ്ങളാണ്. ഒന്ന്, റീറ്റെയിലിന്റെ അടുത്ത് ലോൺ കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടാക്കടമാവാനുള്ള ചാൻസുകൾ കുറവാണ്. കമ്പയർഡ് ടു ഒരു വലിയ 5,000 crores ഒരു വലിയൊരു കമ്പനിക്ക്, ഒറ്റ ഒരു കമ്പനിക്ക് കൊടുക്കുമ്പോൾ അതിന്റെ റിസ്ക് കൂടുതലാണ്. അപ്പോൾ റീറ്റെയിൽ ഫോക്കസിങ്, റീറ്റെയിലിന്റെ അടുത്ത് നിന്ന് കൂടുതൽ ലോണിന് ഇൻട്രസ്റ്റ് ഈടാക്കുകയും ചെയ്യാം. അത് അവർ സക്സസ്ഫുൾ ആയിട്ട് നടത്തി വരുന്നു. ഇനി വാല്യുവേഷൻ കംഫർട്ടബിൾ ആണ്. IDFC ഫസ്റ്റ് ബാങ്കിന്റെ ഇന്നത്തെ ഷെയർ പ്രൈസ് ആയ 28 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രൈസ് ടു ബുക്ക്, അതായത് അത് ബാങ്ക് നിർത്തി ഇപ്പോൾ എല്ലാ ഓപ്പറേഷൻ നിർത്തുകയാണെങ്കിലും ഏകദേശം എക്സാക്ട്ലി ആ 28 രൂപ തന്നെ കിട്ടുന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത്. അതായത് 28 രൂപ തന്നെയാണ്, അതിലും ഒട്ടും പ്രീമിയത്തിലല്ല. ഒരു ഭയങ്കര കംഫർട്ടബിൾ വാല്യുവേഷനിലാണ് IDFC ഫസ്റ്റ് ബാങ്ക് തന്നെ നീങ്ങുന്നത്. NPA ബുക്കുകൾ അവർ ഭയങ്കര വണ്ണം ക്ലീൻ ചെയ്യുകയാണ്. അവർക്ക് IDAയിൽ വളരെ വലിയ ഒരു ലോൺ ഉണ്ടായിരുന്നു. അത് IDAയുടെ ബുക്ക് ചെറുതായിട്ട് നോക്കുമ്പോൾ അതിനുള്ള പ്രൊവിഷനിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ക്ലീൻ ചെയ്ത് ബെറ്റർ ബാങ്കിങ് ഇതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ഇത് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയെല്ലാം ഒരു പോസിറ്റീവ് ഫാക്ടേഴ്സ് ആണ് IDFC ഫസ്റ്റ് ബാങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പറഞ്ഞുകൊണ്ട് തന്നെ ഈ IDFC ഫസ്റ്റ് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ചെയ്യുന്നില്ല ഞാൻ. ഇനി IDFC ലിമിറ്റഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവർക്ക് ഒരു ക്രെഡിറ്റ് ലെൻഡിങ് ബിസിനസ്സും ഇല്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു കടവുമില്ല. ഇവർക്ക് കടമില്ല, ഇവർ ആർക്കും കടം കൊടുക്കുന്നില്ല. ഇവരുടെ AMC ബിസിനസ് ഹൈലി പ്രോഫിറ്റബിൾ ആണ്. അതായത് AMC ബിസിനസ് ജനറലി തന്നെ വളരെ പ്രോഫിറ്റബിൾ ആണ്. ഇപ്പൊ നമ്മളൊരു മ്യൂച്വൽ ഫണ്ട് നടത്തുന്ന കമ്പനിയെ പറ്റി ആലോചിച്ച് നമുക്കറിയാം, നമ്മുടെ എക്സ്പെൻസ് റേഷ്യോനെ പറ്റി നമ്മൾ അറിഞ്ഞു. ഏകദേശം ഒരു കമ്പനി 2.5% എക്സ്പെൻസ് റേഷ്യോ വാങ്ങുന്ന ഒരു ഫണ്ടിന്റെ സ്കീം ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമോ, നമ്മളൊരു 1 crore അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 10-14 കൊല്ലം മതി മാർക്കറ്റ് ഒരു 15% എല്ലാ വർഷവും മുകളിലേക്ക് പോകുന്നതെങ്കിൽ നമ്മളുടെ 1 crore ആ അസറ്റ് മാനേജ്മെന്റ് കമ്പനി ഫീസ് ആയിട്ട് നമ്മുടെ നിന്ന് വാങ്ങിയെടുക്കാൻ 15 കൊല്ലം കൊണ്ട് ഫീസ് മുഴുവൻ അവരെടുക്കുന്നു. AUM 3 ലക്ഷം കോടിയാണെങ്കിൽ മാർക്കറ്റ് ഒരു 5 വർഷത്തിൽ ഡബിൾ ചെയ്യുന്ന പോലെ പോവുകയാണെങ്കിൽ ഈ 2.5% നമ്മിൽ നിന്നും എക്സ്പെൻസ് റേഷ്യോ ആയിട്ട് എടുത്ത് 15 വർഷം കൊണ്ട് തന്നെ ഈ 3 ലക്ഷം കോടിയും ആ കമ്പനിക്ക് കയ്യിലേക്ക് വരും, ടെക്നിക്കലി സ്പീക്കിംഗ്. അപ്പോൾ അങ്ങനെ അത്രയ്ക്ക് ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ്സാണ്. ആ ബിസിനസ് നടത്തുന്നു. കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യൂ, താഴെയുള്ള ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കറന്റ് വാല്യുവേഷനിൽ നമ്മൾ IDFC ബാങ്കിന്റെ വാല്യുവേഷൻ കൺസിഡർ ചെയ്യുന്നില്ല. AMC വാല്യുവേഷനും വളരെ കൺസർവേറ്റീവ് ഒരു വാല്യുവേഷനാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇനി അടുത്ത കാര്യമാണ്, അതായത് മാനേജ്മെന്റ്
അവരിതിന്റെ ഒരു വാല്യൂ അൺലോക്കിങ്ങിന് വേണ്ടി ശ്രമിക്കുന്നു എന്ന് അവരുടെ മീറ്റിംഗിൽ പറഞ്ഞു കഴിഞ്ഞു. നമുക്കറിയാം, ഇപ്പൊ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് IDFC ലിമിറ്റഡിന്റെ ഷെയർ പ്രൈസ് വളരെ കുറവാണ്. അപ്പോൾ അതിനെങ്ങനെ വാല്യൂ വരുത്താം, അതിൽ നല്ല റിച്ച് ആയിട്ട് വാല്യുവേഷൻ ഉള്ള കമ്പനികൾ അവരുടെ കൈവശമുണ്ട്. അതിനെ വാല്യൂ അൺലോക്ക് ചെയ്യാം എന്ന് മാനേജ്മെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെയ്യാനായിട്ടുള്ള ഒരു 2 കാര്യങ്ങൾ. ഒന്ന്, ഒരു AMCയുടെ IPO നടത്തുക. AMCക്ക് പുതിയ ഒരു ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് കൊടുത്ത് വേറെ സെപ്പറേറ്റ് കമ്പനിയായിട്ട് അതിനെ ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു റീസൺ എങ്ങനെ വാല്യൂ അൺലോക്ക് എന്നുള്ളത് റിവേഴ്സ് മെർജർ ഓൺ ദ കാർഡ്സ്. അതായത് ഇപ്പോൾ IDFC ബാങ്ക് ഷെയർസ് എത്രയാണ് IDFCയിലുള്ളത്? ഒരു IDFC ലിമിറ്റഡിൽ 1.42 IDFC ബാങ്കിന്റെ ഷെയറുകളുണ്ട്. അപ്പോൾ 100 ഷെയർ ഉള്ള ഒരാൾക്ക് 142 ഷെയർ ബാങ്കിന്റെ ഷെയർ അതിനകത്തുണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു 142 ഷെയർ കൊടുത്ത് ആ കമ്പനി ക്ലോസ് ചെയ്യുന്ന ആ ഒരു ഹോൾഡിങ്ങിന്റെ കാര്യം ക്ലോസ് ചെയ്യുന്ന പോലത്തെ ഒരു കാര്യം ഇവര് മാനേജ്മെന്റ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി RBIയുടെ അടുത്ത് ഉടനെ തന്നെ പോകുമെന്നാണ് കരുതുന്നത്. അത് നടന്നു കഴിഞ്ഞാൽ, അത് RBI അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഒരു വ്യത്യാസം ഉണ്ടാകും. അത് കാരണം വാല്യുവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, റിവേഴ്സ് മെർജർ എന്നുള്ള കാര്യം അപ്രൂവ് ആവുകയാണെങ്കിൽ IDFCയിൽ 100 ഷെയറിന് 142 ഷെയർ ഉണ്ട്. അപ്പോൾ ഇതിന്റെ വാല്യൂ തന്നെ 40 രൂപയാണ്. ഇന്നത്തെ 28 രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കൈവശം വെച്ചിരിക്കുന്ന ഒരു IDFC ലിമിറ്റഡിൽ ഉള്ള വാല്യൂ 40 രൂപയാണ്. AMCയുടെ വാല്യൂ മറ്റ് AMCകളുടെ വാല്യൂ ആയിട്ടുള്ള തട്ടിച്ചു കഴിഞ്ഞാൽ ഏകദേശം 40 രൂപയാണ്. അങ്ങനെ പറയുമ്പോൾ ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 80 രൂപ വില വരേണ്ടതാണ്. ഇനി ഒരു കൺസർവേറ്റീവ് വാല്യുവേഷൻ നോക്കാം. ഇതൊരു ബെസ്റ്റ് കേസ് സിനാരിയോ ആണ്. ഒരു കൺസർവേറ്റീവ് ഉള്ള ഒരു വാല്യുവേഷൻ നോക്കുകയാണെങ്കിൽ, ഇനി ഈ NPA പ്രോബ്ലംസ് എല്ലാം കാരണം കൊണ്ട് IDFC ബാങ്കിന്റെ ഷെയർ പെട്ടെന്ന് ഫോൾ ചെയ്ത് 15 രൂപയിൽ എത്തുന്നു എന്നുള്ളൊരു അസംഷനാണ് ഞാൻ ഇവിടെ എത്തിയിരുന്നത്. 15 രൂപയിലേക്ക് വരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ 1.42 ഷെയർസിനുള്ള വാല്യൂ എടുത്തിട്ട് അതിനെ ഒരു 70% ഡിസ്കൗണ്ട് കൊടുക്കുകയാണ്. കാരണം ഇതൊരു ഹോൾഡിംഗ് കമ്പനിയാണല്ലോ, അത് കാരണം അതിനൊരു ചെറിയ ഡിസ്കൗണ്ട് കൊടുക്കണം. അങ്ങനെ ഡിസ്കൗണ്ട് കൊടുത്താൽ വെറും 6.5 രൂപ മാത്രം ഡിസ്കൗണ്ടിനുള്ള വാല്യൂ എന്ന് കണക്കാക്കിയാൽ ഒരു കൺസർവേറ്റീവ് ലെവലിൽ തന്നെ ഈ 60% വാല്യുവേഷൻ ഓഫ് ഈ നിപ്പോൺ ലൈഫിന് കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ AMC വാല്യുവേഷൻ 16 രൂപ. ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 22.5 രൂപ വാല്യൂ ഇതിനുണ്ട്. ഇപ്പോൾ ഇതിന്റെ വില 20 രൂപയാണ്. ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഏകദേശം അതിന്റെ വാല്യൂവിന്റെ അടുത്താണ് കിടക്കുന്നത്. മാത്രമല്ല, പെട്ടെന്ന് ഒരു വർഷത്തിനുള്ളിൽ തന്നെ പെട്ടെന്നൊരു ജമ്പ് വന്ന് ഒരു RBIയിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത് അതിനെ അപ്രൂവ് ആയി കഴിഞ്ഞാൽ അതൊരു 60 രൂപയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു ബെസ്റ്റ് കേസ് ഇതാണ്. 60 രൂപ എന്ന് പറയുന്നത് എന്തായാലും ഈ NIM വാല്യുവേഷൻ ഇപ്പോഴുള്ള വാല്യുവേഷനിൽ തന്നെ അത് കൂടാതെ ഇതുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 60 രൂപയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ 20 രൂപയ്ക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഏകദേശം പെട്ടെന്നൊരു മാർക്കറ്റ് ക്രാഷ് എല്ലാം വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഷെയർ പ്രൈസ് താഴെ പോവില്ല എന്ന് ഞാൻ ഗ്യാരണ്ടി പറയുന്നില്ല. അത് വേണമെങ്കിൽ താഴേക്ക് പോകാം. എന്നിരുന്നാലും പെട്ടെന്ന് അത് തിരിച്ചു കയറാനും ഇങ്ങനെ ഒരു RBI അപ്രൂവൽ വന്നു കഴിഞ്ഞാൽ ആഴ്ചകൾ കൊണ്ട് തന്നെ ഇത് വേണമെങ്കിൽ ഒരു 60 രൂപയിലേക്ക് പോകാനും സാധിക്കും. ഇത് ഞാൻ മുമ്പ് തന്നെ ഒരു 13 rupees 50 പൈസ ഉള്ളപ്പോൾ തന്നെ ഈ ഞാനൊരു കഥ ഗ്രൂപ്പിൽ പറഞ്ഞതാണ്. ഇപ്പോഴും അതിന് വാങ്ങിക്കാനായിട്ടുള്ള ഒരു നല്ലൊരു സ്റ്റേജിലാണ് ഇതിരിക്കുന്നത്. Press the bell icon and subscribe to my channel. Thank you for watching.